ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് പത്മിനി തോമസ് ആണ്. മാഡം, സജീവ രാഷ്ട്രീയത്തിലേക്ക് ഒപ്പം തന്നെ BJP രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണെന്ന് തോന്നുന്നത്? പാളയത്ത് നിന്ന് മത്സര രംഗത്തെ കൂടി എത്തുകയാണ്. അതെ, ഞാൻ പാളയം വാർഡിലാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. പാളയം വാർഡിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള വാർഡാണ്. സ്റ്റേഡിയം, അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വളർത്തിയെടുക്കാനും പറ്റിയൊരു സാഹചര്യം അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ പാളയം വാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, ഡ്രെയിനേജ് പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അവരോടെല്ലാവരോടും ഒത്തുനിന്നൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നേരത്തെയുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാത്തു സൂക്ഷിക്കുക. ഒപ്പം തന്നെ നേരത്തെ ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു, സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പം കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തക കൂടിയായിരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത് പെട്ടെന്ന് BJPയിലേക്കുള്ള വരവ്? BJPയിലേക്കുള്ള വരവില്ല, അതെല്ലാം എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്ന കാര്യമാണ്. ഞാൻ ഇരുന്ന സമയത്താണ് നാഷണൽ ഗെയിംസ് നടന്നത്. നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് തലത്തിൽ 1ാം സ്ഥാനത്ത് എത്തിക്കാനായിട്ട് സാധിച്ചു. കോൺഗ്രസ്സിലിരുന്നപ്പോഴും എനിക്ക് അവിടെ നല്ലപോലെ പ്രവർത്തിക്കാനായിട്ട് സ്പോർട്സിൻ്റെ ദേശീയ കായിക വേദിയുടെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതികളിലെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ലൈം ലൈറ്റ് ആയിട്ട് കാണുന്ന നമ്മുടെ മോദിജിയുടെ കായിക രംഗത്തുള്ള എന്താ പറയുക, കൊടുക്കുന്ന ആ ഉത്തേജനം വേറെ ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത കാര്യമാണ്. കേരളത്തിലാണെങ്കിൽ രാജീവ് ജി വന്നതിന് ശേഷം BJPക്ക് ഭയങ്കര ഒരു മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും BJP കോർപ്പറേഷൻ ഭരിക്കും, അതിനകത്തൊരു കൗൺസിലറാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പാളയത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട്? പാളയത്ത് ഞാൻ പറഞ്ഞല്ലോ, വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇപ്പം നമുക്കൊരു ഹെൽത്ത് യൂണിറ്റ് ഇല്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അവിടെ. അപ്പം അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കാര്യങ്ങൾ ചെയ്യും. ഒപ്പം കോർപ്പറേഷൻ ഇരിക്കുന്നത് പാളയത്ത് ആണ്. അപ്പം നമുക്കറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും വളരെ ഓടിച്ചാടി നടന്ന് ചെയ്യാനായിട്ട് ഉള്ള ഒരു അവസരവും കൂടിയാണ് എനിക്ക്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടോ അതെല്ലാം പഠിച്ചത് പരിഹരിക്കണം എന്നുള്ള ആഗ്രഹം. എല്ലാവിധ ആശംസകളും.